ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു തോരനാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓണമൊക്കെ അല്ലേ, ഇതിപ്പോൾ ഓണത്തിനായാലും സാധാരണ ദിവസങ്ങളിലായാലും നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോഴായാലും ഇടയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ് കേട്ടോ. ഞാനൊരു പ്രത്യേക രീതിയിലാണ് ഈ തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാവർക്കും ഈ തോരൻ ഇഷ്ടമാവും. ഞാനെപ്പോഴും ഈ തോരൻ ഉണ്ടാക്കും കേട്ടോ. എൻ്റെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുമ്പോൾ മക്കളൊക്കെ വരുമ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ തോരൻ. പക്ഷേ ഞാൻ ഈ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുപോലെ ആദ്യം തോരൻ ഉണ്ടാക്കിയാൽ ഇതുപോലെ ടേസ്റ്റ് ആവില്ല കേട്ടോ. മക്കളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ ഭക്ഷണങ്ങളും അവരുണ്ടാക്കും. നല്ല നല്ല ഭക്ഷണങ്ങൾ നല്ല ടേസ്റ്റി ആക്കിയിട്ട് അവരുണ്ടാക്കും കേട്ടോ. പക്ഷേ ഈ തോരൻ മാത്രം എൻ്റെ ഒക്കെ ഒപ്പില്ല. അപ്പം മരുമക്കൾ പറയും, മമ്മി അവർ ഭക്ഷണമൊക്കെ നല്ലതാണ്, തോരൻ മാത്രം മമ്മിയുടെ അത്രയ്ക്ക് ഒക്കില്ല. തോരൻ ആരുണ്ടാക്കിയാലും ശരിയാവില്ല. ഈ തോരൻ്റെ സ്വാദ് അവരുണ്ടാക്കിയാലും കിട്ടില്ല. അതുപോലെ തന്നെ അനിയത്തിമാരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവരും പറയും, അനിയത്തിമാരും മക്കൾ പറയും, തോരൻ വല്യമ്മ തന്നെ ഉണ്ടാക്കണം, ഈ വല്യമ്മ ഉണ്ടാക്കണ തോരൻ ഒരു പ്രത്യേകത തന്നെയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ബീൻസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ബീൻസും ക്യാരറ്റും കൊണ്ടാണ് ഞാൻ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീൻസ് ഞാൻ 2-3 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് കുറേ നേരം വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മൾ ഈ വെള്ളത്തിലിട്ട് കഴുകി കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കത് കഴിഞ്ഞ് ഇത് ബീൻസൊക്കെ നമ്മുടെ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. ഒരു പ്രത്യേക സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത്ര നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പെട്ടെന്ന് വെറുതെ അങ്ങോട്ട് കഴുകിയെടുക്കരുത്. നല്ല പോലെ വെള്ളത്തിലിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് നല്ല പോലെ അങ്ങനെ കഴുകിയെടുക്കുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാണ് ഈ പച്ചക്കറികൾക്ക്. ഞാൻ അങ്ങനെ കഴുകി കൊണ്ടുവന്നതാണ് കേട്ടോ. ബീൻസ് നുറുക്കണം നിങ്ങൾ കണ്ടുവല്ലോ. ബീൻസ് നുറുക്കണതിലും ഉണ്ട് കേട്ടോ ഒരു പ്രത്യേകത. ഇങ്ങനെ ചെരിച്ച് നൈസായിട്ട് ഇങ്ങനെ നുറുക്കണം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ബീൻസ് നുറുക്കുക. അപ്പോൾ ഞാൻ ബീൻസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പച്ചക്കറികളൊക്കെ അരിയണത്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ നിന്ന് അരിയാനൊന്നും പറ്റില്ല. ഞാൻ ഡ്രോയിങ് റൂമിൽ വന്ന് സോഫയിലിരുന്ന് ടീഫോയിമ കാലൊക്കെ വെച്ചിട്ടൊക്കെയാണ് എനിക്കിങ്ങനെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എനിക്ക് ഒത്തിരി നേരമൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതൊക്കെ കൊണ്ടുപോയി ഞാൻ റൂമിൽ പോയിട്ടിരുന്നാണ് ഞാനിതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുക. ഇതുപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. ഇങ്ങനെ ചെരിച്ച് ബീൻസ് അരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചെരിച്ചിട്ടാണ് ഞാൻ നൈസായിട്ടാണ് അരിഞ്ഞത്. ക്യാരറ്റും ഇതുപോലെ തന്നെ വളരെ നൈസായിട്ട് ഇതുപോലെ അരിഞ്ഞ് ഞാനിങ്ങനെ കൊണ്ടുവന്നു കേട്ടോ. ഈ ബീൻസ് ഞാനിപ്പോൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കയ്യിലിരുന്ന് ഇങ്ങനെ ബീൻസ് അരിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതെല്ലാവരും പറയും, മമ്മിയുടെ ബീൻസ് അരിയിലൊരു പ്രത്യേകതയാണ് എന്ന് പറയും. ഇതുമാതിരി ഞാൻ ബീൻസും ക്യാരറ്റും ഇങ്ങനെ അരിഞ്ഞ് കൊണ്ടുവന്നു കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ബീൻസിലേക്ക് വേണ്ട കുറച്ച് തേങ്ങ എടുത്തു. തേങ്ങ കുറച്ച് അധികം എടുക്കാൻ കുഴപ്പമില്ല. ഒരു 4 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയതെടുത്തു. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് 2-3 പച്ചമുളക് മാത്രമേ ഇടുള്ളൂ, മുളക് പൊടി ഇടില്ല. 2-3 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി നല്ലപോലെ തൊലി കളഞ്ഞ് കഴുകി അതും കൊണ്ടുവന്നു. ഒരു സബോളയും അതും ഇതുപോലെ തൊലി കളഞ്ഞ് കഴുകി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം. സാധാരണ പച്ചമുളക് അരിഞ്ഞു ചെറുതായി ഇങ്ങനെ അരിഞ്ഞു. അതിനുശേഷം നമ്മൾ ചെറിയ ഉള്ളി കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഇതുപോലെ തന്നെ ഇങ്ങനെ കീറി ഇടുകയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ കീറി ഇട്ട് കൊടുത്തു. ഇങ്ങനെ കീറി ഇടും. നമുക്ക് ഈ തേങ്ങയെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കൊന്ന് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഞാനിങ്ങനെ എടുത്തു. അതിന് ശേഷം ഒരു ചെറിയ സവോള കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് ഇതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ തേങ്ങയ്ക്ക് ഏതെങ്കിലും ഒന്നായാലും മതി കേട്ടോ. അപ്പോൾ സവോളയും ചെറിയ ഉള്ളിയും വേണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് മതി. ഏതായാലും ഒന്ന് എന്തായാലും വേണം. ചെറിയ ഉള്ളിയും സവോളയും രണ്ടും കൂടി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒന്നിലോ സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി മാത്രമായാലും മതി, രണ്ടും കൂടി ഉണ്ടായാലും അതും കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുത്തു. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അധികം മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, അതിൻ്റെ കളറൊക്കെ മാറും. അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ഇടുന്നുള്ളൂ. ആവശ്യത്തിന് ഉപ്പും കൂടി എടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എടുക്കുന്നതല്ലേ, അതുകൊണ്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ നല്ലപോലെ ഒന്ന് പുരട്ടിയിട്ട് നമുക്കെല്ലാം കൂടി കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. ആ തേങ്ങയിൽ ഈ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി തേങ്ങയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് ആ തേങ്ങയിലേക്ക് പിടിക്കണം. ഈ മുളകിൻ്റെയും ഉള്ളിയുടെയൊക്കെ നീരൊക്കെ ഈ തേങ്ങയിലേക്ക് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ കൈ കൊണ്ട് 2 മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്ത് കൈ കൊണ്ട് ഞെരടണം. നന്നായി കുറച്ച് ബലം പ്രയോഗിച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഞെരടി നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ച് വെക്കണം കേട്ടോ. ഇങ്ങനെ ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ ഈ തോരന് പ്രത്യേക രുചി തന്നെയാണ്. അതിപ്പോൾ ഏത് തോരനായാലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ക്യാബേജ് ആയാലും വേറെ ഏത് തോരനായാലും നമുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം.
കാബേജ് ഞാൻ കുറേ നാളായിട്ട് വാങ്ങാറില്ല, കാബേജ് തോരൻ എടുക്കാറില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂടെ കാബേജും കൂടി ചേർക്കാം കേട്ടോ. ഏത് തോരനായാലും ഇങ്ങനെ തന്നെയാണ്, എല്ലാം തേങ്ങയിൽ മിക്സ് ചെയ്ത് വെക്കും. അതിനുശേഷം എന്താ ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. മൺചട്ടി അടുപ്പത്ത് വെച്ചു, അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് ഉഴുന്നും പരിപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഉഴുന്നും പരിപ്പൊന്ന് ഇളക്കി ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. സാധാരണ നമുക്ക് തോരനൊക്കെ കടുകൊക്കെ പൊട്ടിക്കണമല്ലോ. അപ്പോൾ ആ കടുകൊക്കെ ഒന്ന് പൊട്ടിയ കടുക് ഉഴുന്നും പരിപ്പൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളകും കൂടിയും പൊട്ടിച്ചിടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പൊടി ഇടുന്നില്ല, വറ്റൽമുളക് 2-3 വറ്റൽമുളക് വെറുതെ ഇങ്ങനെ പൊട്ടിച്ചിടുന്നുള്ളൂ. പൊട്ടിച്ചില്ല, ഞാനത് കീറിയിട്ടത്. അതിൻ്റെ അരിയൊക്കെ ഞാൻ കളഞ്ഞു, ഒന്ന് കീറിയതായിട്ടത്, അല്ലെങ്കിൽ അത് പൊട്ടി തെറിക്കുമല്ലോ. 2-3 വറ്റൽമുളക് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഉള്ളിയും സവോളയൊക്കെ, ആ തേങ്ങ കൂട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഒരുപാടായിട്ട് മൂപ്പിച്ച് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഇളക്കിയാൽ മതി. ഇങ്ങനെ ഉണ്ടാക്കുന്ന തോരന്, ഇപ്പോൾ ഏത് തോരനായാലും നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇങ്ങനെ ഉണ്ടാക്കുന്ന തോരനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കിയാലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി, ഏത് തോരനായാലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. തേങ്ങയിൽ എല്ലാം കൂടി നല്ലപോലെ കൈ കൊണ്ടൊന്ന് ഞരടിച്ച് കടുക് പൊട്ടിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുത്തു കേട്ടോ. അതിൽ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജ് ഇടാം. ഞാൻ ക്യാബേജ് കുറേ കാലമായിട്ട് ക്യാബേജ് ഞാൻ ഉപയോഗിക്കാറില്ല, കടയിൽ നിന്ന് ഞാൻ ക്യാബേജ് അങ്ങനെ വാങ്ങിക്കാറില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ ബീൻസും ക്യാരറ്റും മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. നമ്മൾ അരിഞ്ഞ് വെച്ച ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുത്തു. വീണ്ടും നല്ലപോലെ ഒന്ന് തേങ്ങ ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് നമ്മളിത് ഇട്ട് കൊടുത്തത്. അതിന് ശേഷം വീണ്ടും നമുക്ക് എല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ബീൻസും ക്യാരറ്റും തേങ്ങയുടെ കൂട്ടും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. നല്ലപോലെ ഇളക്കി നമുക്ക് നല്ലപോലെ ഒന്ന് പൊത്തി വയ്ക്കാം. നല്ലപോലെ ആവി വന്നു കേട്ടോ, ലോ ഫ്ലെയിമിലാണ്. ഇതിന് ഒരുപാട് വേവൊന്നുമില്ല, നമ്മൾ നൈസായിട്ടല്ലേ എരിഞ്ഞത്, പിന്നെ ഉള്ളിയുടെയൊക്കെ നനവുണ്ടല്ലോ, തേങ്ങയുടെയൊക്കെ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം ഒരു തുള്ളി വെള്ളം കൈ കൊണ്ടൊന്ന് തളിച്ച് കൊടുത്തു കേട്ടോ. തളിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തളിക്കണം നിർബന്ധമൊന്നുമില്ല. കയ്യിൽ ഒരു തുള്ളി വെള്ളം ഞാനിങ്ങനെ തളിച്ച് കൊടുത്തു. ഒന്ന് തളിച്ച് കൊടുത്തു. തളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ലോ ഫ്ലെയിമിൽ നമുക്ക് നല്ലപോലെ അടച്ചു വെച്ചാൽ മതി. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് തട്ടി പൊത്തി നമുക്ക് ആ ചട്ടിയും കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് തട്ടി പൊത്തി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും, ഇതിനധികം സമയമൊന്നും വേണ്ട. ലോ ഫ്ലെയിമിലല്ലേ, അല്ല വളരെ നൈസായില്ലേ നമ്മൾ അരിഞ്ഞത്. അതാ ഞാൻ ഇതുപോലെ അടച്ച് വെച്ചു കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് അടുപ്പ് തുറന്ന് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടു. നല്ല തോരനാണ് കേട്ടോ. ഇനി നമ്മൾ അടപ്പിട്ട് അടയ്ക്കണ്ട, ഇനി നമ്മൾ ഇതിങ്ങനെ കിടന്ന് നല്ലപോലെ ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി അടച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം മൺചട്ടിയാണല്ലോ, അപ്പോൾ ഈ ചൂടുകൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് ഉലർന്ന് കിട്ടിക്കോളും. അപ്പോൾ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഈ തോരൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.